അങ്ങനെ ആഗ്രഹിച്ചിരുന്നിരുന്ന് ഞാനും പാൽക്കപ്പ ഉണ്ടാക്കി. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കോട്ടോ, നമ്മളൊരു കേരളത്തിലായിട്ട് ഇതുവരെ പാൽക്കപ്പ പരീക്ഷിച്ചില്ലേന്ന്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് പരീക്ഷിക്കുന്നത്. എപ്പോഴും കപ്പ ഇങ്ങനെ നോർമലി പുഴുങ്ങി പിന്നെ എന്തെങ്കിലും ചട്നി ഉണ്ടാക്കി കഴിക്കലാണ് പതിവ്. പക്ഷേ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് ഇത് ജസ്റ്റ് എത്ര ഈസി റെസിപ്പി അല്ലേ, ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു, അപ്പോൾ ഒന്നൊരു ട്രൈ കൊടുത്താലോ എന്നോർത്തു. വേറെ ഒന്നും ചെയ്തില്ല, സാധാരണ പുഴുങ്ങണ പോലെ തന്നെ കപ്പ വേവിച്ചു. ബട്ട് ഞാൻ കുറച്ചധികം വിസിലടിപ്പിച്ചു. നല്ല കുഴഞ്ഞ പരുവമായി, അത് മിക്സ് ചെയ്തു. പിന്നെ ഞാൻ ഇവിടെ കിട്ടുന്ന ഒരു നോർമൽ കോക്കനട്ട് മിൽക്ക് മേടിച്ചു. അതിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചിട്ട് ഞാൻ വീണ്ടും മിക്സ് ചെയ്തു. പിന്നെ നമ്മളുടെ താളിപ്പ്, അതിന് ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത്. അത് ഞാൻ 2 സ്പൂണ് വെളിച്ചെണ്ണ, അതായത് ഇവിടെ വെതർ കാരണം അത് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് അതിനകത്ത് കടുക് പൊട്ടിച്ചു. പിന്നെ സവോള വഴറ്റി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചാൽ ഉള്ളി ഇട്ടാലാണ് ടേസ്റ്റ്. പക്ഷേ ഇവിടെ ഉള്ളി കിട്ടാൻ വളരെ ചുരുക്കം, നമുക്ക് ഒരുപാട് അന്വേഷിച്ച് നടക്കണം ഉള്ളി. അപ്പോൾ ഞാൻ സവോളയിൽ ഒതുക്കി തൽക്കാലം. പിന്നെ അതിനകത്ത് കുറച്ച് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിനകത്ത് കുറച്ച് വേപ്പിലയും പിന്നെ വറ്റൽമുളകും. എനിക്ക് വറ്റൽമുളകില്ലാത്തൊരു പരിപാടിയില്ല കേട്ടോ. താളിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളറും ഒരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എവിടെ നിന്നായാലും ഉണക്കമുളക് മേടിച്ച് വെക്കും. അപ്പോൾ അത് കുറച്ച് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ടു. പിന്നെ ലാസ്റ്റ് നമ്മുടെ ഇതിലേക്ക് യോജിപ്പിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. പിന്നെ എന്തിൻ്റെ കൂടെ ആയാലും നമുക്കിത് കഴിക്കാം. ഞാൻ ഇവിടെ ട്രൈ ചെയ്തത്, ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഒരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനല്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതും കൂട്ടി കഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇതിന് വേണ്ടി മാത്രം ഞാൻ പിറ്റേ ദിവസം ഒരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാവേ. എങ്ങനെയുണ്ട്?